കൊച്ചിയിൽ നിന്ന് തിയോഫിൻ കൂടെ ചേരുന്നുണ്ട്. ഗുഡ് മോർണിംഗ് കേരളത്തിനൊപ്പം. തിയോഫിൻ, ഗുഡ് മോർണിംഗ്. തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്തെ വിശേഷങ്ങളൊക്കെ ഏത് രീതിയിലാണ്? വലിയ പ്രശ്നങ്ങൾ അവിടെ എറണാകുളത്ത് പ്രത്യേകിച്ചും പ്രാദേശികമായി UDF ഘടക കക്ഷികളെ കണക്കിലെടുക്കാതെ അല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങൾക്ക് മുസ്ലിം ലീഗിനേക്കാൾ കൂടുതൽ സീറ്റുകൾ SDPIക്ക് നൽകുന്നു, മുസ്ലിം ലീഗിനേക്കാൾ കൂടുതൽ സീറ്റുകൾ ജമാഅത്തെ ഇസ്ലാമിക്ക് നൽകുന്നു. അപ്പോൾ അത്തരത്തിൽ വലിയ രീതിയിലുള്ള ആക്ഷേപങ്ങളൊക്കെ ഘടകകക്ഷികളുടെ ഭാഗത്തുനിന്ന് UDFിനുള്ളിൽ തന്നെ ഉണ്ടാകുന്നുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ ആനങ്ങാട് ഡിവിഷനെ കുറിച്ച് സംസാരിച്ചു, മനക്കപ്പടി ഡിവിഷനെ കുറിച്ച് സംസാരിച്ചു. ഇന്ന് അതുപോലെ തന്നെയുള്ള പല നിരവധിയായ വിഷയങ്ങൾ. ഇനി ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ തെരഞ്ഞെടുപ്പിലേക്ക് നടക്കാൻ. മിനിഷ, തെരഞ്ഞെടുപ്പ് അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുകയാണ്. ഇനിയിപ്പോൾ ഒരാഴ്ച മാത്രമാണ് പ്രചാരണത്തിനുള്ളത്. തിരക്ക് പിടിച്ച പ്രചാരണത്തിലേക്ക് സ്ഥാനാർത്ഥികളൊക്കെ കടന്നു കഴിഞ്ഞു. ആദ്യവട്ട പര്യടനങ്ങളൊക്കെ എല്ലാവരും പൂർത്തിയാക്കി കഴിഞ്ഞു. ഇടതുമുന്നണി സ്ഥാനാർത്ഥികളൊക്കെ പ്രചാരണത്തിൽ ഏറെ ദൂരം മുന്നിലേക്ക് പോവുകയും ചെയ്തിട്ടുണ്ട്. തന്നെയുമല്ല, ഇടതുമുന്നണി മുന്നോട്ട് വയ്ക്കുന്നത് വികസന കാഴ്ചപ്പാടുകളാണ്. ഇതുവരെ അതായത് കഴിഞ്ഞ 5 വർഷക്കാലം കൊച്ചി കോർപ്പറേഷനിൽ LDFിൻ്റെ നേതൃത്വത്തിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങളാണ് കോർപ്പറേഷൻ മുന്നോട്ട് വയ്ക്കുന്നത്. അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാർ കഴിഞ്ഞ 2 ടേമിലായി നടത്തിയ വികസന പ്രവർത്തനങ്ങൾ അത് മുന്നോട്ട് വെച്ചുകൊണ്ടാണ് മറ്റ് പ്രദേശങ്ങളിൽ, മറ്റ് നഗരസഭകളിലും ഗ്രാമപഞ്ചായത്തുകളിലുമൊക്കെ LDF സ്ഥാനാർത്ഥികൾ ജനവിധി തേടുന്നത്. എന്തായാലും അവർക്ക് മുന്നോട്ട് വയ്ക്കാൻ പറയാൻ വികസനത്തിൻ്റെ ഒരു വിഷയമുണ്ട്. പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ച് ഇതല്ല പറയുന്നത്. അതായത് നമുക്കറിയാം, കഴിഞ്ഞ 5 വർഷക്കാലം LDF ഭരിച്ച കൊച്ചി കോർപ്പറേഷൻ സംബന്ധിച്ച് കോർപ്പറേഷനിൽ ഇപ്പോൾ പ്രകടന പത്രിക പുറത്തിറക്കിയിരുന്നു. അതിൽ പോലും പറയുന്നത് ഈ 5 വർഷത്തിന് മുൻപുള്ള 1.5 പതിറ്റാണ്ടിലധികം നീണ്ട സമയം ഭരണത്തിലിരുന്ന് അല്ലെങ്കിൽ ആ കാലയളവിലൊന്നും ചെയ്യാൻ കഴിയാതിരുന്ന കോൺഗ്രസ് അത്തരം കാര്യങ്ങൾ ഇനി നടപ്പാക്കുമെന്നാണ് പറയുന്നത്. അതായത് ഈ ഇടത് ഭരണസമിതി, LDF ഭരണസമിതി കോർപ്പറേഷനിൽ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ അത് നടപ്പാക്കുമെന്ന് വാഗ്ദാനം നൽകിക്കൊണ്ടാണ്. അത് തന്നെയുമല്ല, ഈ പ്രകടന പത്രിക ജനങ്ങളിലേക്ക് എത്തുമ്പോൾ ജനങ്ങൾ ചോദിക്കുന്നത് ഇത്രയും കാലം നിങ്ങൾക്ക് നടപ്പാക്കാൻ കഴിയാതിരുന്ന കാര്യം അത് ഇപ്പോൾ ഇടതു മുന്നണി നടപ്പാക്കി, LDF ഭരിക്കുന്ന കോർപ്പറേഷൻ ഭരണസമിതി നടപ്പാക്കിയ കാര്യങ്ങൾ പോലും അത് നടപ്പാക്കിയില്ലെന്നും ഇനി നടപ്പാക്കുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രകടന പത്രികയിൽ പറയാൻ വരുന്നതിനെ അതിനെ ജനങ്ങൾ ഇപ്പോൾ കളിയാക്കുന്നൊരവസ്ഥയാണ്. തന്നെയുമല്ല, കോൺഗ്രസ് നേരിടുന്ന വലിയൊരു പ്രതിസന്ധി ഏറ്റവും പ്രധാന ഘടകകക്ഷിയായ UDFിലെ പ്രധാന ഘടകകക്ഷിയായ മുസ്ലിം ലീഗിനെ മാറ്റി നിർത്തിക്കൊണ്ട് പറവൂർ മണ്ഡലത്തിൽ നടത്തിയ ഒരു പരീക്ഷണം, തെരഞ്ഞെടുപ്പ് വിജയം ലക്ഷ്യമിട്ടുകൊണ്ട് പ്രാദേശികമായി നടത്തിയ നീക്കുപോക്കുകൾ, അത് പ്രധാനമായും ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ മുഖമായ വെൽഫെയർ പാർട്ടി, ആ വെൽഫെയർ പാർട്ടിയുടെ നേതാക്കളെ UDF സ്ഥാനാർത്ഥികളായി മത്സരിപ്പിച്ചിരിക്കുന്നു. ഒന്നിലധികം സ്ഥലങ്ങളിൽ നേരത്തെ വെൽഫെയർ പാർട്ടി സ്ഥാനാർത്ഥികളായി മത്സരിച്ച ആളുകളെ കൈപ്പത്തി ചിഹ്നത്തിൽ കോൺഗ്രസ് മത്സരിപ്പിക്കുന്നു, ഔദ്യോഗിക സ്ഥാനാർത്ഥികളായി മത്സരിപ്പിക്കുന്നു എന്നതും എടുത്തു പറയേണ്ടതാണ്. എന്നാൽ ഈ പറവൂർ മണ്ഡലത്തിൽ ഈ പരീക്ഷണം മുഴുവൻ നടക്കുന്നത് പ്രതിപക്ഷ നേതാവിൻ്റെ മണ്ഡലമായ പറവൂരിലാണ്. ഈ പറവൂർ മണ്ഡലത്തിൽ പ്രധാന ഘടകകക്ഷിയായ മുസ്ലിം ലീഗിന് അവർ ചോദിച്ച സീറ്റുകളൊന്നും നൽകിയിട്ടുമില്ല. അതിൽ തന്നെ വലിയ എതിർപ്പ് മുസ്ലിം ലീഗിനുണ്ട്. പറവൂർ നഗരസഭയിൽ മുസ്ലിം ലീഗിന് ഒറ്റ സീറ്റ് പോലും നൽകിയിട്ടില്ല. നേരത്തെ 2 സീറ്റ് നൽകേണ്ടതായിരുന്നു. അവിടെ ഈ ജമാഅത്തെ ഇസ്ലാമിയെ സഖ്യവുമായി ഉണ്ടാക്കിയിട്ട് അവർ ചോദിച്ച സീറ്റ് നൽകാതെ പകരം ജമാഅത്തെ ഇസ്ലാമിയുടെ ആളുകളെ നിർത്തുകയാണ്. പരസ്യമായി തന്നെ ജമാഅത്തെ ഇസ്ലാമിയുടെയും വെൽഫെയർ പാർട്ടിയുടെയും കോർഡിനേറ്ററും മുഖ്യ നേതാക്കളുമൊക്കെ ആയിരുന്നവരെ UDF ഔദ്യോഗിക സ്ഥാനാർത്ഥികളായി പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വരുന്നു. ഒപ്പം ഒരു പറവൂരിലെ തന്നെ ആലങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷനിൽ അവിടെ കോൺഗ്രസിന് സ്ഥാനാർത്ഥിയില്ല. അവിടെ SDPI സ്ഥാനാർത്ഥിയാണ് പിന്തുണയ്ക്കുന്നത്. എന്നാൽ അവിടെ പിന്തുണയ്ക്കുമ്പോൾ ഈ പിന്തുണയിൽ അവർ പറയുന്നത് ജനകീയ സ്ഥാനാർത്ഥിയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ പ്രചരണം. ഇത്രയും നാൾ SDPIയുടെ സ്ഥാനാർത്ഥി എന്ന ഔദ്യോഗിക പ്രചരണമായിരുന്നു. UDFിൻ്റെ പിന്തുണ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ പിന്തുണ എന്നതോടുകൂടി ജനകീയ സ്ഥാനാർത്ഥി എന്ന പേരിൽ പിന്തുണയ്ക്കുന്നുണ്ട്. കൊച്ചി കോർപ്പറേഷൻ സംബന്ധിച്ച് കൊച്ചി കോർപ്പറേഷൻ വലിയ പ്രതിസന്ധി ഈ കോൺഗ്രസ് നേരിടുന്നുണ്ട്. കാരണം പലയിടത്തും പല സമയങ്ങളിലായി സീറ്റ് നൽകാമെന്ന് പറഞ്ഞവരെയൊക്കെ വെട്ടിനിരത്തിക്കൊണ്ട് പ്രത്യേകിച്ച് യുവജന സംഘടന യൂത്ത് കോൺഗ്രസ്സുകാർക്ക് സീറ്റ് നൽകാതെ നടത്തിയ ഒരു സ്ഥാനാർത്ഥി നിർണയം, അതിന് വലിയ പ്രതിഷേധം ഉയർന്നിരുന്നു. യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം ആദ്യം ഉയർത്തിയിരുന്നു. പിന്നീട് പലരും വിമതരായി രംഗത്ത് വന്നു. അങ്ങനെ 12ഓളം വിമതർ നിലവിൽ കോൺഗ്രസിന് തന്നെ രംഗത്തുണ്ട്. ഒപ്പം തൃക്കാക്കര മണ്ഡലത്തിലെ UDF ചെയർമാനായിരുന്ന വ്യക്തി പാലാരിവട്ടത്ത് വിമതനായി മത്സരിക്കുന്നുണ്ട്, ജോസഫ് അലക്സ്. അദ്ദേഹത്തിന് ആ പാലാരിവട്ടത്ത് സീറ്റ് നൽകാമെന്ന് പറഞ്ഞിരുന്നതാണ്. എന്നിട്ടാണ് അവിടെ മറ്റൊരു സ്ഥാനാർത്ഥിക്ക് സീറ്റ് നൽകിയത്. മിനിമോളെ അവിടെ മത്സരിപ്പിച്ചപ്പോൾ പ്രതിഷേധവുമായി എത്തിയ ജോസഫ് അലക്സ് ഇപ്പോൾ അവിടെ റിബൽ സ്ഥാനാർത്ഥിയാണ്. അതേ സ്ഥലത്ത് LDF സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്നത് IT പ്രൊഫഷണലായ രതീഷാണ്. നേരത്തെ പാടിവട്ടം ഡിവിഷൻ, അതായത് പാടിവട്ടം ഡിവിഷനിലെ സിറ്റിംഗ് കൗൺസിലറായ രതീഷാണ് ഇപ്പോൾ ഈ പാലാരിവട്ടം ഡിവിഷനിൽ എന്തായാലും ജനവിധി തേടുന്നു. വലിയ പ്രതീക്ഷയിലാണ് രതീഷ് മത്സരിക്കുന്നത്. ഒപ്പം തന്നെ മറ്റ് നിരവധി ഡിവിഷനുകളിൽ, കോർപ്പറേഷൻ ഡിവിഷനുകളിലൊക്കെ ശക്തമായി തന്നെ പ്രചരണവുമായി ഇടത് സ്ഥാനാർത്ഥികൾ മുന്നോട്ട് പോയി കഴിഞ്ഞു. എടുത്തു പറയേണ്ട മറ്റൊരു വിഷയം BJP സംബന്ധിച്ചാണെങ്കിൽ കൊച്ചി കോർപ്പറേഷനിൽ 5 ഡിവിഷനുകളിൽ സ്ഥാനാർത്ഥികളില്ല.
ഈ പറവൂർ മണ്ഡലത്തിലേക്ക് പോയാൽ വി.ഡി. സതീശൻ ഈ പരീക്ഷണം നടത്തുന്ന പറവൂർ മണ്ഡലത്തിലേക്ക് ഇത് ഒരു പ്രാഥമിക പരീക്ഷണമാണ്. ജമാഅത്ത് ഇസ്ലാമി SDPI സഖ്യം ഭാവിയിൽ ഇവർ ഈ പരീക്ഷണം നടത്തിയ സ്ഥലങ്ങളിൽ, അതായത് മുസ്ലിം ലീഗ് വലിയ പ്രതിഷേധം ഉയർത്തുന്നത് കാരണമാണ് ഇപ്പോൾ ഘടകകക്ഷിയാക്കി നിർത്തി അത്തരത്തിലൊരു പരീക്ഷണത്തിലേക്ക് പോകാത്തത്. ഈ സ്ഥാനാർത്ഥികൾ വിജയിക്കുകയാണെങ്കിൽ പതിയെ മുസ്ലിം ലീഗ് നേതാക്കളെ അനുനയിപ്പിച്ച് ഇവരെ കൂടി ഘടകകക്ഷികളാക്കി കൊണ്ടുവരാനുള്ളൊരു നീക്കം അണിയറയിൽ ഒരുങ്ങുന്നുണ്ടെന്ന് മുസ്ലിം ലീഗ് സംശയിക്കുന്നുണ്ട്. കോൺഗ്രസിലെ സതീശന് വിരുദ്ധ വിഭാഗവും സംശയിക്കുന്നുണ്ട്. ഇനി നമ്മൾ BJP കാര്യത്തിലേക്ക് നോക്കിയാൽ ഒരു വശത്ത് ജമാഅത്ത് ഇസ്ലാമി SDPIയും കൂട്ടുപിടിക്കുന്ന കോൺഗ്രസ്, മറുവശത്ത് BJPയുമായി സഖ്യമുണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കൊച്ചി കോർപ്പറേഷനിൽ 5 സ്ഥാനാർത്ഥികളില്ല. നേരത്തെ കടമക്കുടി ഡിവിഷനിൽ ഉൾപ്പെടെ കടമക്കുടി ഡിവിഷനിൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയുടെ പത്രിക തള്ളി. അവിടെ അവിടെ സ്വതന്ത്ര സ്ഥാനാർത്ഥികളില്ല. സാധാരണ ഔദ്യോഗിക സ്ഥാനാർത്ഥിയുടെ പത്രിക തള്ളപ്പെട്ടാൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കുന്ന ഒരു പതിവുണ്ട്. എന്നാൽ ഈ കടമക്കുടി ഡിവിഷനിൽ LDFും BJPയും തമ്മിലാണ് മത്സരം. അവിടെ സ്വതന്ത്ര സ്ഥാനാർത്ഥി ഇല്ലാത്തതുകൊണ്ട് തന്നെ അവിടുത്തെ നിലപാട് എങ്ങനെയായിരിക്കും എന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ. എന്തായാലും അത് BJPക്ക് അനുകൂലമായി അവിടെ നിലപാട് സ്വീകരിക്കുന്ന ഒരു സംശയം LDF പങ്കുവയ്ക്കുന്നുണ്ട്. തന്നെയുമല്ല, പറവൂർ ലോക്സഭാ മണ്ഡലത്തിലെ മറ്റ് പലയിടങ്ങളിലും ഡിവിഷനുകളിൽ പ്രാദേശികമായി പലയിടത്തും പറവൂർ നഗരസഭയിൽ ഉൾപ്പെടെ BJP സ്ഥാനാർത്ഥികളെ നിർത്താത്ത സ്ഥലങ്ങളുണ്ട്. അവിടെയെല്ലാം ആ വോട്ടുകൾ കോൺഗ്രസിലേക്ക് വരും. പകരം BJP നിൽക്കുന്ന ചില സീറ്റുകളിൽ വോട്ട് മറിക്കാനുള്ള ധാരണയും ഇവർ പ്രത്യക്ഷമല്ലാതെ ഉണ്ടാക്കിയിട്ടുണ്ടെന്നാണ് സംശയിക്കപ്പെടുന്നത്. എന്ത് തന്നെയാണെങ്കിലും വലിയ പ്രതിസന്ധി ഇത് കോൺഗ്രസിൽ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഘടകകക്ഷികളുടെ എതിർപ്പുണ്ട്, മുസ്ലിം ലീഗിന് വലിയ പ്രതിഷേധമുണ്ട്. അങ്ങനെ പോകുമ്പോൾ BJPയുമായി ഉണ്ടാക്കിയ ഒരു ധാരണയും ഇതിനെല്ലാം ഇടയിൽ ഈ സ്ഥാനാർത്ഥികളുടെ അല്ലെങ്കിൽ ഈ വർഗീയ കക്ഷികളുമായുള്ള കൂട്ടുകെട്ട് ന്യായീകരിക്കാൻ DCC നേതൃത്വം വലിയ ഒരു രീതിയിൽ ബുദ്ധിമുട്ടുന്നുണ്ട്. അവർ ഇപ്പോൾ കഴിഞ്ഞ ദിവസം DCC അധ്യക്ഷൻ വാർത്താസമ്മേളനം നടത്തിയപ്പോൾ മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ പറഞ്ഞത്, പ്രാദേശികമായി മണ്ഡലം കമ്മിറ്റികൾ ചില നേതാക്കളെ നിർത്തിയിട്ടുണ്ടെങ്കിൽ അതിന് അങ്ങനെയുള്ള നീക്കുപോക്കുകളുടെ പേരിൽ ചില ജനകീയ സ്വാധീനമുള്ള സ്ഥാനാർത്ഥികളെ നിർത്തിയതാണ് എന്നാണ് പറയുന്നത്. അവിടെയും വർഗീയ സ്ഥാനാർത്ഥികളെ നിർത്തിയതിനെക്കുറിച്ച് തള്ളിക്കളയാനോ അത് നിഷേധിക്കാനോ തയ്യാറായിട്ടില്ല. എന്നാൽ അത് വർഗീയ കക്ഷികളുടെ സ്ഥാനാർത്ഥികളാണെന്ന് അംഗീകരിക്കാനും തയ്യാറായിട്ടില്ല. എന്തായാലും വലിയ പ്രതിസന്ധി നേതൃത്വം കൊച്ചിയിൽ നേരിടുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് പ്രചാരണവുമായി സ്ഥാനാർത്ഥികളൊക്കെ മുന്നോട്ട് പോകുമ്പോൾ വലിയ പ്രതിസന്ധിയിലാണ് ഇപ്പോൾ BJPയും കോൺഗ്രസും. BJPക്ക് നേരിടുന്ന മറ്റൊരു പ്രതിസന്ധി, BJPക്ക് എല്ലാ മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികൾ ഈ നീക്കുപോക്കിൻ്റെ ഭാഗമായി സ്ഥാനാർത്ഥികളെ ഒഴിവാക്കിയത് മാത്രമല്ല, പ്രാദേശികമായി പലയിടങ്ങളിലും പ്രത്യേകിച്ച് ഗ്രാമപഞ്ചായത്തുകളിൽ 200-ലധികം സീറ്റുകളിൽ സ്ഥാനാർത്ഥികളില്ല. അത് വനിതാ സീറ്റുകളിലേക്ക് യോഗ്യരായ സ്ഥാനാർത്ഥികളെ അല്ലെങ്കിൽ അല്പമെങ്കിലും ജനങ്ങൾക്ക് അറിയാവുന്ന ഒരു സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ അവർ ഏറെ ബുദ്ധിമുട്ടിയിട്ടുണ്ട്. പലയിടത്തും സ്ഥാനാർത്ഥികളില്ലാത്തൊരവസ്ഥയുമുണ്ട്. വിനിഷ. ശരി തിയോഫിൻ, ഏതായാലും കൊച്ചിയുടെ ഒരു ചിത്രമാണ് തിയോഫിൻ നമുക്ക് മുൻപിൽ വരച്ചു കാട്ടിയത്.